കൊച്ചു ഗ്രാമത്തിൽ പേരുകേട്ട് തറവാട്ടിലപ്പനു രണ്ടു മക്കൾ. ഒരു കൊച്ചു ഗ്രാമത്തിൽ പേരുകേട്ട് തറവാട്ടിലപ്പനു രണ്ടു മക്കൾ. ഒരു മരത്തിൻ ഇരുശാഖ പോലെ ഒരു മനസ്സോടവരൊട്ടി നിന്നു. ഭക്ഷിച്ചൊരുമിച്ചു വാർത്ത ചൊല്ലി കാലം ചിലതു കടന്നുപോയി. കാലം ചിലതു കടന്നുപോയി. എനിക്ക് അപ്പനോട് ചില സംസാരിക്കാനുണ്ട്. രണ്ടാമനപ്പനോടിപ്രകാരം ചൊല്ലി ഒരു ദിനം നല്ല നേരം. രണ്ടാമനപ്പനോടിപ്രകാരം ചൊല്ലി ഒരു ദിനം നല്ല നേരം. അപ്പാ നിൻ വസ്തുവിലെന്റെ പങ്ക് ഇപ്പോഴളന്നു തിരിച്ചിടേണം. ഇടിനാദം കേട്ടതുപോലെയപ്പൻ ഞൊടിനേരം ഞെട്ടിയിരുന്നു പോയി. പെട്ടെന്നു വാനം കറുത്തിരുണ്ടു. പാടെ മറഞ്ഞുപോയി സൂര്യരശ്മി. അല്പം കഴിഞ്ഞപ്പോൾ അപ്പൻ ചൊന്നു, മൽപ്രിയ വത്സല എന്തു പറ്റി? അല്പം കഴിഞ്ഞപ്പോൾ അപ്പൻ ചൊന്നു, മൽപ്രിയ വത്സല എന്തു പറ്റി? മക്കളെ നിങ്ങളാണെന്റെ സ്വത്ത്, എന്റെ സമ്പത്തെല്ലാം നിങ്ങളുടെ. മക്കളെ നിങ്ങളാണെന്റെ സ്വത്ത്, എന്റെ സമ്പത്തെല്ലാം നിങ്ങളുടെ. അപ്പന്റെ ചിത്തം അറിഞ്ഞിടാത്ത പുത്രൻ തിരിച്ചോതി പ്രകാരം. അക്കഥ കേൾക്കുവാനില്ല നേരം, വെക്കമെനിക്കുള്ളതേകിടേണം. അക്കഥ കേൾക്കുവാനില്ല നേരം, വെക്കമെനിക്കുള്ളതേകിടേണം. വേദനയോടപ്പൻ ചൊന്നു വീണ്ടും, മോനെ എനിക്കു നീ പുത്രനാണ്. മോനെ എനിക്കു നീ പുത്രനാണ്. വീടും തറവാടും കൂടുമെല്ലാം പാടേ മറന്നൊന്നും ചൊല്ലിടല്ലേ. വീടും തറവാടും കൂടുമെല്ലാം ചേട്ടനും അപ്പനും തന്നെയാട്ടെ. ഇന്നു ഞാൻ എന്നുടെ വീതമല്ലാതെ ഒന്നുമേ ചോദിച്ചിടുന്നതില്ല. അമ്പു ഹൃദയത്തിൽ കൊണ്ട പോലെ നൊമ്പരപ്പെട്ട
കേട്ടവൻ ചൊന്നു ഏവം വെട്ടിമുറിച്ചിടാം വസ്തുവെന്നാൽ വേർതിരിച്ചിടാമോ രക്തബന്ധം? ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഉയിർക്കൊണ്ട വാക്യത്തിനാഴമൊന്നും ഒട്ടും ഗ്രഹിക്കാത്ത പയ്യനോതി രക്തബന്ധം വേറെ വസ്തു വേറെ സംഭാഷണമിത്തം നീണ്ടു നീണ്ടു ബന്ധമുലഞ്ഞു ശിഥിലമായി ചില നാളു പുത്തൻ ഇതാവർത്തിക്കേ നിലമളന്നപ്പൻ കൊടുത്തു വേഗം. പങ്കുവച്ചുള്ള മുതലു ലഭിച്ചപ്പോൾ പങ്കില മാനസനാകും പുത്രൻ വസ്തുക്കൾ വിറ്റു പണം സ്വരൂപിച്ചിട്ട് യാത്രയായി ദൂരദേശം നോക്കി സ്വന്ത ഭവനവും അപ്പന്റെ സ്നേഹവും താൻ തോന്നിയായവൻ പിന്നിൽ തള്ളി പെറ്റ നാടിൻ്റെയാ ശീതളഛായയും പിറ്റേന്നവനന്യമായി തീർന്നു. പട്ടണത്തിൽ ചെന്നു ചേർന്നവനന്നേരം പെട്ടെന്നു കൂട്ടുകാർ കൂടി വന്നു. മദ്യം മദിരാക്ഷി നൃത്തോത്സവങ്ങളും ചിത്തം മയക്കും മരുന്നുകളും. ഒരു തരി മരുന്നിന് വലിയ വില വരികളിയാ എരിയുന്ന തിരിയുടെ അരികിലെത്തു വരികളിയാ. ഒരു തരി മരുന്നിന് വലിയ വില വരികളിയാ എരിയുന്ന തിരിയുടെ അരികിലെത്തു വരികളിയാ. പരലോകം കാണുവാനിതു മതി വരികളിയാ, പരലോകം കാണുവാനിതു മതി വരികളിയാ. ഒരു പുക പകരു പകരു വരികളിയ വരികളിയാ. കുരുക്കുകൾ അനവധി ഒരുക്കി നിന്നെ കുരുക്കുകൾ വരുന്നെന്ന് കരുതല നീ. വരികളിയ വരികളിയ അടിയാ വരികളിയാ. കുരുക്കുകൾ അനവധി ഒരുക്കി നിന്നെ കുരുക്കുകൾ വരുന്നെന്ന് കരുതല നീ. തിരുതരെ കറങ്ങുന്ന കറക്കം കണ്ടോ പറക്കുവാൻ ഒരുങ്ങി നീ ഇരുന്നു കൊള്ളുക. തിരുതരെ കറങ്ങുന്ന കറക്കം കണ്ടോ പറക്കുവാൻ ഒരുങ്ങി നീ ഇരുന്നു കൊള്ളുക. നിറഞ്ഞിടും സിറിഞ്ചിന്റെ നിറം നീ കണ്ടോ, നിറഞ്ഞിടും സിറിഞ്ചിന്റെ നിറം നീ കണ്ടോ. മറന്നാലും മറക്കാത്ത കറക്കമാ
കറക്കമാണേ. എന്നും ഒരുത്സവം, എന്നും വിനോദങ്ങൾ, വന്നവരൊക്കെ തുതിച്ചവനെ. എന്തൊരു തന്റെ ഇടം, എന്തൊരു വൈഭവം, നിന്നെ പോലാരുണ്ടി മന്നിടത്തിൽ എന്നൊരു സുന്ദരി ചൊന്നു നിർത്തവേ. വന്നവരൊന്നൊന്നായി വാട്ടിയേവം സുന്ദരൻ ധീരൻ പ്രശസ്തൻ ധനാഢ്യനും സന്തതം നമ്മുടെ നേതാവു നീ. കണ്ണിറുക്കി കാട്ടി ആറാമനോദിനാൽ മറ്റുള്ളോരുള്ളിൽ ചിരിച്ചിടവേ. ഇത്തരം സമ്പന്നനൗദാര്യമാനസൻ പട്ടണത്തിനൊരു പൊട്ടുതന്നെ. ഇങ്ങനെ പൊള്ള വചനങ്ങൾ കേട്ടവൻ പൊങ്ങി നില കൊണ്ടു വാനത്തോളം. ആടിയും പാടിയും രാവേറെ ചെല്ലുമ്പോൾ വീണിടം തന്നിലുറങ്ങിയവൻ. കാലം കഴിഞ്ഞു പണസഞ്ചി മെല്ലവേ കാലിയായി തീർന്നതറിഞ്ഞില്ലവൻ. അപ്പൻ മകനായി കരുതിയ നിക്ഷേപം അപ്പടി പോയി പല വഴിയിൽ. മുഖസ്തുതി കീർത്തനം പാടി പുകഴ്ത്തിയോൻ മുഖം നോക്കി തന്നെ പറഞ്ഞിങ്ങനെ. ഇല്ല പണമെങ്കിൽ പിണമെന്നറിയില്ലേ, വല്ല വിധവും പണം നേടണം. പട്ടണത്തിന്റെ പരിഷ്കാരമില്ലാത്ത നാട്ടിന്നു വന്ന വരത്തനല്ലേ. പൊട്ടൻ വിടുവായൻ സാമർഥ്യമില്ലാത്തോൻ അല്പൻ പൊങ്ങച്ചം പറഞ്ഞിടുന്നോൻ. കൂട്ടുകാരിങ്ങനെ കുറ്റം ചുമത്തിയിട്ട് മുറ്റും തിരക്കരിച്ചോടിപ്പോയി. എന്നിട്ടും കണ്ണു തുറന്നില്ലവനുടെ തന്നിഷ്ടദോഷമറിഞ്ഞുമില്ല. പട്ടിണിയായി കിടന്നു പലവട്ടം മുട്ടായി നിത്യവൃത്തിക്കു പോലും. മുട്ടുതീർത്തിടുവാൻ മുട്ടി വിളിച്ചവൻ പട്ടണം തന്നിൽ കവാടം തോറും. കൊട്ടിയടച്ചവർ ഓരോ കതകുകൾ ആട്ടിയകറ്റിയ ദുർഭഗനെ. കൊറ്റിനെന്തെങ്കിലും കിട്ടുവാനായവൻ എത്തിനാൻ സുഗരശാലയിങ്കൽ. പന്നിയെ മേയ്ക്കുന്ന ജോലിയുടമസ്ഥൻ അന്നു കൊടുത്തിയുവാവിനപ്പോൾ പന്നികൾക്കുള്ളതാം തീറ്റയകത്താക്കി പട്ടിണി മാറ്റാൻ ശ്രമിച്ചെങ്കിലും പന്നികൾ തിന്നുന്ന ഭക്ഷണം പോലുമേ കിട്ടിയതില്ലവനൊട്ടുപോലും. അപ്പന്റെ വീട്ടിലെ വേലക്കാരിഷ്ടം പോൽ
അപ്പം ഭുജിച്ചിട്ടും മിച്ചം വച്ചും നാളുകളെമ്പാടും ജീവിച്ചതൊക്കെയും മാനസം തന്നിൽ തെളിഞ്ഞവന്. മകനേ മകനേ മകനേ, താതൻ വിളിക്കുന്നു നിന്നെ, താതൻ വിളിക്കുന്നു നിന്നെ. വീട്ടിൽ വരൂ വീട്ടിൽ വരൂ, താതൻ വിളിക്കുന്നു നിന്നെ. പന്നിക്കൂട്ടം വിട്ടെഴുന്നേൽക്ക, ഇന്നിവിടം വിട്ടു നീ പോകൂ. നിന്നുടയവൻ നിന്നുടെ താതൻ എന്നും നിന്നെ കാത്തിരിക്കുന്നു. മകനേ മകനേ. ബോധം തെളിഞ്ഞെഴുന്നേറ്റവനപ്പോൾ ഗേഹമണയുവാനോടി വേഗം. അപ്പന്റെ ചാരത്തു ചെന്നിട്ടു സത്വരം മാപ്പിരക്കുവാൻ മൊഴികൾ തേടി. അപ്പാ ഞാൻ നിന്നോടും സ്വർഗരാജ്യത്തോടും കുറ്റങ്ങളിങ്ങനെ ചെയ്തു പോയി. എന്നെ നിന്നന്ദനെന്നു വിളിക്കുവാൻ ഇന്നെനിക്കില്ലതിൻ യോഗ്യതയും. താവക ഭൃത്യരിലേഖനായ എന്നെയും ഭാവിച്ചു മാപ്പെനിക്കേടണം. ഇങ്ങനെ ചൊല്ലണമെന്നു നിലച്ചവൻ അങ്ങെഴുന്നേറ്റു തുടങ്ങി യാത്ര. കാലത്തെഴുന്നേറ്റിറയത്തണഞ്ഞപ്പൻ ദൂരത്തു തൻ കണ്ണും നട്ടിരിക്കേ. കൊല്ലങ്ങൾ പോയെന്നിരിക്കിലും തൻ മകൻ എന്നെങ്കിലും തിരിച്ചെത്തുമെന്നും ആശിച്ചു മോഹിച്ചിട്ടുള്ളം തപിച്ചിട്ട് ആശാമുഖം നോക്കി കാത്തിരിക്കേ. ദൂരെ വളവിങ്കൽ കാണുന്നൊരാൾ രൂപം. ആരിവൻ തന്നോടെ പുത്രനാണോ? ഓർത്തങ്ങൊരുത്തനെ തന്നെ ഇരിക്കുകിൽ നേത്രത്തിൽ പെട്ടവരൊക്കെയവൻ. അല്ല ഇതു വെറും മാനസവിഭ്രമം, അല്ല ഇത് പുത്രൻ തന്നെയല്ലേ. ചാടിയെഴുന്നേറ്റിരിപ്പിടത്തിൽ നിന്നും ഓടിയണഞ്ഞപ്പൻ ലക്ഷ്യം നോക്കി.
പുത്രന്റെ പേക്കോലം കണ്ടു പിതാവങ്ങ് പൊട്ടിക്കരഞ്ഞു മനസ്സലിഞ്ഞു. കെട്ടിപ്പിടിച്ചപ്പനുമ്മ വച്ചും കൊണ്ട് നഷ്ടതനയനെ സ്വീകരിച്ചു. അപ്പായെന്നേവം വിളിച്ചിട്ടു പുത്രനും ഒപ്പം കമിഴ്ന്നു വീണാപാദത്തിൽ. ചൊന്നവനപ്പാ ഞാൻ യോഗ്യനല്ലിങ്ങനെ നിന്നെ വിളിക്കുവാനെങ്കിലും ഞാൻ നിന്ദാസ്യവൃന്ദത്തിലേറ്റവും തുച്ഛനായ എന്നെ നീ കൊള്ളുകിൽ ഭാഗ്യവാൻ ഞാൻ. അപ്പാ ഞാൻ നിന്നോടും സ്വർഗലോകത്തോടും തെറ്റു ചെയ്തു പോൽ ക്ഷമിക്കേണമേ, ക്ഷമിക്കേണമേ. ആനന്ദതുന്തിലനായപ്പനൊന്നുമേ ആലോചിച്ചില്ലതിൻ മുമ്പേ ചൊന്നു. ഏറ്റം വിശിഷ്ടമാം വസ്ത്രം ധരിപ്പിപ്പിൻ, കാലിനുചിതമാം പാദുകവും പൊന്നിന്റെ മോതിരം കൊണ്ടണിയിക്കുവിൻ. പുന്നാരമോ തിരിച്ചെത്തിയല്ലോ. ഊനമില്ലാത്തൊരു കാളയെ കൊന്നിട്ടു വേഗത്തിൽ സദ്യയൊരുക്കിടുവിൻ. തിന്നു കുടിച്ചു നാം ആനന്ദിച്ചിടുക. വന്നു ചേർന്നല്ലോ ഇന്നെന്റെ പുത്രൻ. മൃത്യുവടഞ്ഞവനായിരുന്നെൻ മകൻ പുത്തനായിട്ടിന്നുയർത്തു വന്നു. കാണാതെ പോയ തനയനെയല്ലയോ കാണുന്നു ഞാൻ എൻ്റെ കണ്ണിൻ മുൻപിൽ. നല്ലൊരു കൽപ്പന കേട്ടവരെല്ലാരും ഉല്ലാസത്തോടെ തുടങ്ങി ഘോഷം. കുറ്റമില്ലാത്തൊരു കാളക്കിടാവന്നു യാഗമായി ഭോജ്യമായി തീർന്നവർക്ക്. തന്നിഷ്ടം ഹേതുവായി പാപങ്ങൾ ചെയ്തിട്ട് ബന്ധം വിച്ഛേദിച്ചിറങ്ങിയവർ അപ്പന്റെ ചാര തണയുപതീനായി യജ്ഞമായി ഭോജ്യമായി തീർന്നവനാര്? ഘോഷങ്ങളേവമുയരവേ മൂത്ത തനയനും വന്നു ചേർന്നു. എന്താണി ഘോഷത്തിൻ കാരണമെന്നോർത്തു സന്ദേഹമോടെ തിരക്കിയവൻ. ആഘോഷം കൊണ്ടാടും ഭൃത്യന്മാരോടേവും ആരാഞ്ഞു നിൽക്കവേ ചൊല്ലിയവർ. നിന്റെ സഹോദരനിന്നു തിരിച്ചെത്തി സന്തോഷഘോഷമാണ്
കാളയെ കൊന്നിട്ട് ഊട്ടുന്നു ഘോഷം നടത്തിടുന്നു. വാർത്ത ഇതു കേട്ടു ജ്യേഷ്ഠൻ കലഹിച്ചു വീടിന്റെ ഉള്ളിൽ കടന്നുമില്ല. താതനിതു കേട്ടു വാതിൽ തുറന്നെത്തി മൂത്ത തനയൻ്റടുത്തു വന്നു. സൗമ്യതയോടെ പറഞ്ഞവനിങ്ങനെ വീടിന്റെ ഉള്ളിൽ കടന്നു ചെല്ലാൻ. മൂത്ത മകനപ്പോളപ്പനോടിങ്ങനെ ഉത്തരമായി പ്രതിവചിച്ചു. ഇന്നേ വരെയും ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്നാജ്ഞയൊന്നും ഞാൻ ലംഘിച്ചില്ല. എന്നാലോ നീ എനിക്കേകിയിട്ടില്ലല്ലോ ഇന്നോളം കുഞ്ഞൊരാടിനെ പോലും. നിന്റെ മുതലെല്ലാം വേശ്യമാരോടൊപ്പം തിന്നു മുടിച്ചൊരിളയ പുത്രൻ. നാണവും കെട്ടിങ്ങു വന്നപ്പോൾ നീ നല്ല കാളക്കിടാവിനെ കൊന്നു നൽകി. ആയതിലിങ്ങനെ താതനുര ചെയ്തു നീ എന്നുമെന്നോടു കൂടെയല്ലോ. ഈ എനിക്കുള്ള സമ്പത്തുകൾക്കൊക്കെയും നീ അവകാശിയുമാകുന്നല്ലോ. മൃത്യുവിലാണ്ടുപോയൊരു നിന്റെ സോദരൻ ഉദ്ധാനം ചെയ്തിങ്ങു വന്നുവല്ലോ. കാണാതെ പോയവനല്ലേ ഇവനെന്നാൽ നാം ഇന്നു കണ്ടെത്തിയായതിനാൽ വന്നു നീ വീടിന്റെ ഉള്ളിൽ കടക്കുക, തിന്നുകുടിച്ചു നാം ആനന്ദിക്ക. കാണാതെ പോയവനല്ലേ ഇവനെന്നാൽ നാം ഇന്നു കണ്ടെത്തിയായതിനാൽ വന്നു നീ വീടിന്റെ ഉള്ളിൽ കടക്കുക, തിന്നുകുടിച്ചു നാം ആനന്ദിക്ക. ൂലമില്ലാത്തൊരു കാളക്കിടാവിന് മോനെ നിനക്കായുമുള്ളതല്ലോ. പശ്ചാത്തപിച്ചു കടന്നു വരുന്നൊരു പാപിക്കുതാതൻ്റടുത്തു ചെല്ലാൻ. യജ്ഞമായി ഭോജ്യമായി തീർന്ന കിടാവിന്റെ സദ്യയിലോഹരിക്കാരനാകൂ. മാനസാന്തരം ഭവിച്ചു വരുന്നോരിൽ ആനന്ദമേലാത്ത സോദരന്മാർ അപ്പനെതിരായി പുറത്തു നിന്നിടുമ്പോൾ ധൂർത്തരകത്തു വന്നാനന്ദിക്കും. ശ്രീ യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഒരു കഥയാണ് ധൂർത്തപുത്രൻ്റേത്. ധൂർത്തപുത്രന്റെ ഈ കഥ ഇന്നും നൂറ്റാണ്ടുകളെ താണ്ടി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പന്റെ സ്നേഹവും സ്വന്തം ഭവനവും വിട്ട് തെരുവിലേക്ക് ഇറങ്ങി മയക്കുമരുന്നുകളുടെ ലഹരിയിൽ ആറാടുന്നവർ ഇന്നുമുണ്ട്. അവർക്കുമുണ്ട് ഒരു പാട്ട്, അവർക്കുമുണ്ടൊരു നൃത്തം. എന്നാൽ അവരുടെ പാട്ടും നൃത്തവുമൊക്കെയും ക്ഷണഭംഗരമാണെന്നറിയുവാൻ അധിക സമയം വേണ്ടിവരില്ല. പണമടിശീല മെല്ലവേ കാലിയാകുമ്പോൾ മുഖസ്തുതി കീർത്തനം പരിഹാസത്തിന്റെ പൂരപ്പാട്ടുകളായി പരിണമിക്കും. അന്നത്തെ അപ്പത്തിന് പോലും വകയില്ലാതെ ഈ ധൂർത്തപുത്രൻ പട്ടിണി കിടക്കുന്ന ആ സമയത്ത് അവൻ അപ്പന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തു, സ്വന്തം ഭവനത്തെക്കുറിച്ച് ഓർത്തു. അപ്പന്റെ സ്നേഹം അവനെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. ആ സ്നേഹത്തിന്റെ ചന്ദ്രിക പരന്നപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ അവനെ തന്നെ അറിയുവാനായി തുടങ്ങി. അവന്റെ കണ്ണുകളിൽ ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ തോന്നി. സ്വന്തം പാപത്തിന്റെ കാഠിന്യം അപ്പോൾ അവന് മനസ്സിലായി. അവൻ അപ്പന്റെ ചാരത്ത് ചെന്ന് ക്ഷമ ചോദിക്കുവാനായിട്ട് വേഗം ഓടി. അപ്പനോ സകലവും മറന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്വീകരിച്ചു. ഇതാണ് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ഉണ്ടാകുന്ന ദൈവത്തിൻ്റെതായ സന്തോഷം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുമെന്ന് ശ്രീ യേശുക്രിസ്തു പറഞ്ഞു. ആരാണ് ഈ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ?
ഇതാ ഈ കഥയിലെ ജ്യേഷ്ഠ സഹോദരൻ ഭവനത്തിന് പുറത്തു നിൽക്കുകയാണ്. അനുജന്റെ മാനസാന്തരത്തിൽ അവന് സന്തോഷമേ ഇല്ല. താൻ എല്ലാ കൽപ്പനകളും പാലിച്ചു എന്നാണ് അവന്റെ വാദം. അവൻ അപ്പന്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു, കൽപ്പനകളൊന്നും ലംഘിച്ചില്ല എന്നാണ് അവന്റെ വാദം. അവന് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ടെന്ന് അവന് തോന്നുന്നില്ല. എന്നാൽ അവൻ ഭവനത്തിന് പുറത്താണ്. മാനസാന്തരപ്പെട്ട ഒരു പാവി സ്വർഗീയ പിതാവിന്റെ അടുക്കൽ വന്നപ്പോൾ കൊല്ലപ്പെട്ട ആ കാളക്കിടാവിന്റെ സദ്യയിൽ അവന് ഓഹരിയില്ല. അവൻ പുറത്തു നിൽക്കുകയാണ്. എന്നാൽ അവന് പിതാവ് വിളിക്കുകയാണ്, മോനെ, നിനക്ക് സന്തോഷിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ കാളക്കിടാവ് അറുക്കപ്പെട്ടത്, നീ അകത്തു വരൂ. പക്ഷേ അവനോ അകത്തു വരുവാനായിട്ട് കൂട്ടാക്കിയില്ല. മാനസാന്തരം ആർക്കാണ്? സകലരും മാനസാന്തരപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാന്മാർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതേ നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആകയാൽ അറിയായ്മയുടെ കാലങ്ങളെ കണക്കിടാതെ ഇന്ന് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വിശുദ്ധ വേദപുസ്തകം ഉദ്ഘോഷിക്കുന്നു. ശ്രീയേശു ക്രിസ്തു തന്നെ ചില ദുരന്ത സംഭവങ്ങളിലൂടെ മരിച്ചുപോയവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെയാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന് ഉറപ്പു നൽകിയുമിരിക്കുന്നു. മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുവാനായി ദൈവം വെച്ച ഈ പുരുഷൻ ആരാണ്? ഈ പുരുഷൻ ഒരിക്കൽ മനുഷ്യവർഗത്തിന്റെ പാപം പേറി മരിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈ പുരുഷനെ കുറിച്ചാണ് വേദോപനിഷത്തുകളിൽ പൂർവോജാതക പുരുഷ, മുമ്പേ ജനിച്ചവൻ പുരുഷനെന്നും, പൂർണ്ണത്വാദ പുരുഷ, പൂർണ്ണതയുള്ളവൻ പുരുഷനെന്നും, പൂർവോഷക പുരുഷ, മുമ്പേ പാപത്തെ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നവൻ പുരുഷനെന്നും എഴുതിയിരിക്കുന്നത്. ബൃഹദാരണ്യകോപനിഷത്ത് 1:4-1 സ യത് പൂർവോ അസ്മാത് സർവാസ്മാത് സർവാൻ പാപ്ന ഔഷത് തസ്മാത് പുരുഷ എന്ന് എഴുതിയിരിക്കുന്നു. യാതൊരുവനാണോ സകലത്തിനും മുമ്പ് സർവ്വപാപങ്ങളും ദഹിപ്പിച്ചില്ലാതാക്കുന്നവൻ അവനാണ് പുരുഷൻ. ഇപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട പുരുഷൻ ആരാണ്? ഇപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് സ്വയം ബലിയായി തീർന്ന, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ബലിയായി തീർന്ന പുരുഷൻ ആരാണ്? അന്ത്യ അത്താഴ നാളിൽ ശ്രീയേശു ക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി നുറുകിക്കൊണ്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. യേശു ഇങ്ങനെ പറയുമ്പോൾ പിറ്റേന്ന് നടക്കുവാനുള്ള തന്റെ ശരീരയാഗത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചതെന്ന് അന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. പ്രിയരെ, നമ്മുടെ പാപത്തിനു വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത്. ഈ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ സർവ്വ പാപങ്ങളും ഇന്ന് നിങ്ങളോട് ദൈവം ക്ഷമിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ധൂർത്തപുത്രൻ പാപങ്ങൾ അപ്പനോട് ഏറ്റു പറഞ്ഞതുപോലെ എന്റെ പാപങ്ങൾ നിന്നോടേറ്റു പറയുന്നു, എന്നോട് ക്ഷമിക്കണമേ. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവിടുത്തെ കാൽവരി കുരിശിലെ ബലിയെ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ അവിടുന്ന് വരുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതെന്റെ ശരീരം, ഇതെന്റെ ശരീരം, ഇതെന്റെ ശരീരം,
ഹിമം പോലെ വെളുപ്പിക്കുമീശൻ. കാൽവരി യജ്ഞത്തിൽ ചൊരിഞ്ഞ യേശുവിൻ രുധിരം ദേഹം ദേഹിയാത്മാവിലൂടൊഴുകട്ടെ, നിന്നെ ശുദ്ധീകരിക്കട്ടെ.